ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം നവമോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ഷഷ്ഠസ്കന്ധേ നവമോധ്യായ. ശ്രീശുക ഉവാച. തസ്യാസൻ വിശ്വരൂപസ്യ ശിരാംസി ത്രീണി ഭാരത സോമപീഠം സുരാപീഠം. പിന്നെ സുരാപീഠം എന്നാക്കുക. പിന്നെ മാ വെട്ടിയിട്ട് അന്നാദം ഇതി ശുശ്രുമാം. തസ്യ വിശ്വരൂപസ്യ, ആ വിശ്വരൂപന്, തസ്യാസൻ വിശ്വരൂപസ്യ സോമപീഠം സോമപാനത്തോടും സുരാപീഠം സുരാപാനത്തോടും കൂടിയതും അന്നാദം അന്നത്തെ കഴിക്കുന്നതുമായ ഭക്ഷിക്കുന്നതുമായ അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. ത്രീണി ശിരാംസി, 3 ശിരസ്സുകൾ. ആസൻ ഇതി ശുശ്രുമ, ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു. ഈ വിശ്വരൂപന് 3 ശിരസ്സുകൾ ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു. അത് ശരിയാണോ? അത് ഒരു ശിരസ് കൊണ്ട് സോമപാനം ചെയ്യും, ഒരു ശിരസ് കൊണ്ട് പിന്നെ സോമപാനം ചെയ്യും, ഒരു ശിരസ് കൊണ്ട് അന്നം ഭക്ഷണം കഴിക്കും. അങ്ങനെ 3 ശിരസ്സുകളുണ്ടെന്ന്. എല്ലാം വേറെ വേറെ വിഭാഗങ്ങളാണ്. ഒറ്റ വായിക്കൊണ്ട് നമ്മൾ പറയില്ലേ, ഒരു വാ കൊണ്ട് പിന്നെ മറ്റേ ഇറച്ചിയും തിന്നും, ഒരു മറ്റേ ബീഫും കഴിക്കും, ആ നാവ് കൊണ്ട് തന്നെ നമഃശിവായ ജപിക്കും. വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുക. കണ്ടോ, ഓരോ കാര്യങ്ങളും പറയുമ്പം അതിനെ ഊന്നി പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഹരി ഓം. അപ്പോൾ 3 വായകൾ 3 സ്ഥാനം കൊണ്ടാണത് കഴിക്കുന്നത്, ഒന്നിച്ചല്ല എന്ന അർത്ഥം. അപ്പോൾ അതിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടല്ലേ ഈ സോമപീഠവും വളരെ പരിപാവനമാണ്. സുരാപാനം എന്ന് വെച്ചാൽ മദ്യം, അത് വേറൊരിതാണ്. പിന്നെ ഭക്ഷണം, നമ്മുടെ നമുക്ക് അന്നമയ കോശമാണല്ലോ നമ്മുടെ ശരീരം. അന്നത്തിന് വേണ്ടിയിട്ട് ജഠരാഗ്നി ഉണ്ടാകുന്നു. ജഠരാഗ്നിയിലോട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നു, അത് ദഹിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു വായ അന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിനും ഈ പറഞ്ഞത് തന്നെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാര്യം വീണ്ടും എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാനത് ഓർമ്മിപ്പിക്കും. ബീഫ് ജീവിതത്തിൽ നിന്ന് ഹിന്ദുക്കൾ ഒഴിവാക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഗോമാതാവ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ തന്നെ ഒരു വിഭാഗമാണ്. അതിനകത്ത് തന്നെ വന്നു പെടും ഈ പോത്തും കാളയും ഇതൊക്കെയാണെന്ന് തോന്നുന്നല്ലേ ബീഫ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എനിക്ക് ശരിക്കും കൃത്യം അറിഞ്ഞുകൂടെ. എനിക്കതിന് വേറെ വേറെ പേരുണ്ടോയെന്ന്. അത് ഒഴിവാക്കുക. അതൊരു തെറ്റാണ്. ഹിന്ദുക്കൾ നമഃശിവായ ജപിക്കുന്ന നാവ് കൊണ്ട് ആ ഭഗവാന്റെ വാഹനമായ ഇത് കഴിക്കുന്നത് കേട്ടോ. സവൈ ബർഹിഷി ദേവേഭ്യോ ഭാഗം പ്രത്യക്ഷമുച്ചകൈ അവദത് യസ്യ പിതരോ ദേവ സപ്രശ്രയം നൃപ. സവൈ ബർഹിഷി ദേവേഭ്യോ ഭാഗം പ്രത്യക്ഷമുച്ചകൈ അവദത് യസ്യ പിതരോ ദേവ സപ്രശ്രയം നൃപ. യസ്യ പിതര ദേവ, യാതൊരുവൻ്റെ പിതൃക്കളാ ദേവന്മാർ. അവൻ നൃപ, അല്ലയോ രാജാവേ, സപ്രശ്രയം വളരെ പ്രശ്രയത്തോടു കൂടി വിനയത്തോടു കൂടെ തന്നെ ബർഹിഷി അഗ്നിയിൽ ബർഹിത് അഗ്നി, അതാണ് ബർഹിഷി അഗ്നിയിൽ പ്രത്യക്ഷം. പ്രാചീന ബർഹിസിൻ്റെ പേര് കേൾക്കാമല്ലോ. പ്രാചീനമായിട്ട് ദർഭ വിരിച്ച് യജ്ഞം ചെയ്യുന്നയാളെന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ ബർഹിഷി അഗ്നിയിൽ പ്രത്യക്ഷമായിട്ട് ദേവന്മാർക്കായിക്കൊണ്ട് ഉച്ചത്തിൽ ഭാഗം ഭാഗത്തെ പറഞ്ഞു. ദേവന്മാർക്കായിട്ട് ഇങ്ങനെ ഹോമിക്കുന്ന വഴിക്ക് വിശ്വരൂപനാൻ്റെ ഗുരു, ആചാര്യൻ, അദ്ദേഹം ദേവന്മാർക്ക് വേണ്ടിയിട്ട് കൊടുത്തു ഭക്ഷണം. ഇങ്ങനെ, അതായത് ഹവിസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു നീളമുള്ള തവി, ഇതിൻ്റെ അറ്റത്തൊരു ചെറിയ വായ, ഒരു തവിക്ക് ഒരു വായുള്ളൂ. അതിനകത്ത് കുറേശ്ശെ നെയ്യ് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഗണപതി ഹോമത്തിൻ്റെയൊക്കെ സമയത്ത് കണ്ടിട്ടില്ലേ, കൈ പൊള്ളാതെ ഇരിക്കാനായിട്ട് നീളമുള്ള ഒരു ഇതെടുത്തിട്ട് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത്. അതാ യജ്ഞം ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് ഹോമിക്കുക. നീ അത് കഴിക്കുന്നത് സ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഭാര്യയുടെ പേരാ സ്വാഹ.
സ്വാഹാദേവിക്കായിക്കൊണ്ട് കൊടുക്കുന്നു. അവരത് അഗ്നിദേവന് കൊടുത്തോളും എന്നാണ് വിശ്വാസം. അപ്പം ആ ദേവന്മാർക്കായിക്കൊണ്ട് നേദിക്കുന്ന കണ്ടു. സ ഏവ ഹി ദദൗ ഭാഗം പരോക്ഷമസുരാൻ പ്രതി യജമാനോ വഹദ്ഭാഗം മാതൃസ്നേഹവശാനുഗ. മാതൃവംശത്തിൽ ത്വഷ്ടാവിൻ്റെ മകനാണ് വിശ്വരൂപൻ. പക്ഷേ അമ്മ അസുര സ്ത്രീയാണ്. അതുകൊണ്ട് അസുരൻ്റെ തൻ്റെ അമ്മ വഴിയുള്ള ബന്ധത്തിൽ അധീനനായിരിക്കുന്ന ആൾ അസുരന്മാർക്കും ഇടയ്ക്ക് ഒന്നാമതെ അദ്ദേഹത്തിന് പക്ഷഭേദമൊന്നുമില്ല, ദേവന്മാരെന്നോ അസുരന്മാരെന്നൊന്നും. അപ്പോൾ അദ്ദേഹം പരോക്ഷം അപ്രത്യക്ഷമായിട്ട് വളരെ രഹസ്യമായിട്ട് അസുരാൻ പ്രതി അസുരന്മാരെക്കുറിച്ചും അവരെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് ഒരു ഭാഗത്തെ കൽപ്പിച്ചു. ദദൗ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്തു. ദാനം എന്നുള്ള ആ ധാതുവിൽ നിന്ന് ദദൗ എന്നുള്ള അതാണ് ദദൗ എന്ന് പറഞ്ഞ് ദാനം ചെയ്യുക എന്നുള്ളതിനാണ് ദദൗ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. സ ഏവ ഹി ദദൗ ഭാഗം പരോക്ഷമസുരാൻ പ്രതി യജമാനോ വഹദ്ഭാഗം മാതൃസ്നേഹവശാനുക. അപ്പം അമ്മ വഴിക്കുള്ള ബന്ധം പ്രമാണിച്ച് അസുരന്മാർക്കും കുറച്ച് ഹവിസ് ഹോമിച്ച വഴിക്ക് അസുരന്മാരെ ഉദ്ദേശിച്ച് കൊടുത്തു. തദ്ദേവഹേളനം തസ്യ ധർമാളീകം സുരേശ്വര ആലക്ഷ്യ തരസാ ഭീത. പിന്നെ സ വെട്ടിക്കളഞ്ഞിട്ട് തത് ശീർഷാണി അച്ഛിനത് രുഷ. തത് ശീർഷാണി എന്നാക്കുക. പിന്നെ അച്ഛിനത് രുഷ. തത് ഭീത അവസാനത്തെ പാദം ഭീത. സ വെട്ടിക്കളയുക. തത് ശീർഷാണി എന്നാക്കുക. തത് ശീർഷാണി അച്ഛിനത് രുഷ. രുഷ കോപത്തോടെ. ദേവഹേളനം ദേവന്മാരോട് അവഹേളനം ചെയ്ത, ധർമ്മത്തിൽ നിന്ന് തെറ്റി ചെയ്ത ദേവേന്ദ്രൻ കണ്ടിട്ട് ദേവേന്ദ്രൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ കണ്ടു. ദേവേന്ദ്രൻ എപ്പോഴും ഭീതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചായിരിക്കുന്നു. ഇയാൾ വല്ല പൊരുത്തക്കേടും കാണിക്കുന്നുണ്ട്. കാരണം ദേവേന്ദ്രൻ അറിയാം ഇയാളുടെ അമ്മ അസുര സ്ത്രീയാണ്. അതുകൊണ്ട് അസുരഭാഗവും ചിലപ്പോൾ അവരോടും ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാകും, താല്പര്യം. ശ്രദ്ധിച്ചിരുന്നപ്പോൾ കണ്ടു. ഇദ്ദേഹമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ബൃഹസ്പതിയുടെ മര്യാദയ്ക്കിരുന്ന് കർമ്മം ചെയ്തുകൊണ്ടിരുന്നതാണ്, പൂജ ചെയ്തുകൊണ്ടിരുന്നതാണ്, യജ്ഞം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. അതിന് പകരം കൊണ്ടുവന്ന ആളിനെ എപ്പോഴും സംശയത്തോടെ കൂടിയാണ് കാണുന്നത്, അല്ലേ? അതങ്ങനെയാണ്. ഒരു രണ്ടാമത് വരുന്ന ആളിനൊരു സംശയത്തിൻ്റെ ഭാവം ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തെ നോക്കിയിരുന്നപ്പോൾ അദ്ദേഹം കണ്ട് പതുക്കെ അസുരന്മാർക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടു. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. മറ്റുള്ളവരെ അറിയിക്കാതെ വിശ്വരൂപൻ ആവിർഭാഗം ഒഴിക്കുന്നത് കണ്ടു. അപ്പോൾ എന്ത് ചെയ്തു? ദേവഹേളനം ധർമ്മത്തിൽ നിന്നുള്ള മാറ്റം ദേവേന്ദ്രൻ കണ്ടിട്ട് അത്യധികം ഭീതിയായി അദ്ദേഹത്തിന്. ഭീതഹ കണ്ടോ, ഭീതയുള്ളവനായിട്ട് തരസ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആലക്ഷ്യ തരസാ ഭീതഹ. തരസ പെട്ടെന്നുണ്ടായ ആ ക്രോധം കൊണ്ട് ശീർഷാണി വിശ്വരൂപൻ്റെ ശിരസുകളെ അച്ഛിനത് ഛേദിച്ചില്ലെന്നല്ല, അച്ഛിനത് ഛേദിച്ചു. സോമപീഠം തൂ യസ്യ ശിര ആസീത് കപിഞ്ചലഹ കളവിങ്ക സുരാപീഠം എന്നാക്കുക. പിന്നെ മാവെട്ടി അന്നാദം യത് സ തിത്തിരിഹി. സോമപീഠം തു യസ്യ ശിര ആസീത് കപിഞ്ചലഹ കളവിങ്ക സുരാപീഠം മാവെട്ടി അന്നാദം യത് സ തിത്തിരി. ആ 3 ശിരസുകൾ 3 പക്ഷികളായിട്ട് തീർന്നു അത്രേ. സോപപാനം ചെയ്തിട്ടുള്ള ശിരസ് കപിഞ്ചലം എന്ന പക്ഷിയായി. 3 ശിരസുണ്ടല്ലോ. സുരാപാനം ചെയ്ത ശിരസ് കളവിങ്കം എന്ന പക്ഷിയായി. അന്നം ഭക്ഷിക്കുന്ന ശിരസ് തിത്തിരി പക്ഷിയായി. 3 എണ്ണം ഉണ്ട്. അതൊക്കെ എഴുതി വെച്ചോ കേട്ടോ. ഞാനിതൊക്കെ മറന്നു പോകും. പിന്നെ ഞാൻ എൻ്റെ കാര്യത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഓർമ്മിക്കത്തേയില്ല. പിന്നെ ഒരു ശിരസ് 3 ശിരസുണ്ട് ഈ വിശ്വരൂപൻ. അത് ഓർത്തോണം എപ്പോഴും കേട്ടോ. ത്രിശിരസല്ല, വിശ്വരൂപൻ ഓർക്കുമ്പോഴേ 3 ശിരസുണ്ട്. ഒന്ന് സുരാപീഠം, ഒന്ന് സോമപീഠം, ഒന്ന് ഭക്ഷണം, നമ്മുടെ സാധാരണ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സോമപീഠം ചെയ്തിട്ടുള്ളത് കപിഞ്ചലമായി 3 പക്ഷികളാണ്. കപിഞ്ചല പക്ഷിയായി. സുരാപാനം ചെയ്തത് കളവിങ്കം. പിന്നെ അന്നം ഭക്ഷിക്കുന്ന ശിരസ്
തിത്തിരി പക്ഷിയായി. ബ്രഹ്മഹത്യാമഞ്ജലിന ജഗ്രാഹ യദപീശ്വരഃ സംവത്സരാന്തേ തദാഖം ഭൂതാനാം സവിശുദ്ധയെ ഭൂമ്യംബോ ദ്രുമയോഷിദ്ഭ്യഃ അവിടെ നിർത്തുക. പിന്നെ ഇഷ്ട വെട്ടിയിട്ട് ചതുർധ വ്യഭജത ഹരി ബ്രഹ്മഹത്യാം അഞ്ജലിന. ഈശ്വര ഇന്ദ്രൻ ബ്രഹ്മഹത്യയെ രണ്ട് കൈ കൊണ്ടും ഗ്രഹിച്ചു. ആ ബ്രഹ്മഹത്യ പാപമുണ്ട് വിശ്വരൂപനെ കൊന്നതുകൊണ്ടേ. എന്തിനാ കൊന്നത്? അസുരന്മാർക്ക് ഇത് നേദിക്കുന്ന കൂട്ടത്തിൽ ഹവിസ് നേദിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അവർക്കൂടെ ഒരു ഭാഗം, യജ്ഞഭാഗത്തെ അവർക്കൂടെ കിട്ടത്തക്ക രീതിയിൽ സമർപ്പിച്ചു വിശ്വരൂപൻ. എന്തുകൊണ്ടാണ് വിശ്വരൂപൻ അവിടെ വരാനുണ്ടായ കാരണം? ഗുരുവിനെ നിന്ദിച്ചു. ആ ഗുരു ശാപം അതൊരിക്കലും മാറില്ല. അതാർക്ക് കിട്ടിയാലും ഇരുപ്പതാണ്. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ, നമ്മളതുകൊണ്ട് എപ്പോഴും വീട്ടിൽ കുഞ്ഞുങ്ങളോട് പറയുന്നത് എന്താ? 3 അക്ഷരം ഇല്ലാതെ പോയി എന്താ? ഗുരുത്വം. അതിനാണ് ഈ 3 അക്ഷരം ഇല്ലയെന്ന് പറഞ്ഞാൽ. നമ്മൾ മലയാളത്തിൽ അത് കുരുത്തം. പിള്ളേരെ നമ്മൾ പറയും കുരുത്തം കെട്ടവനെ എന്ന് പറയും. അല്ലത് ഗുരുത്വം ഇല്ലാത്തവനെ എന്നാണ് ശരിക്കും പറയുന്നത്. നമ്മുടെ മലയാള ഭാഷയിൽ കൊളോക്കിയലായിട്ട് ഗ്രാമ്യ ഭാഷയിലത് കുരുത്തം ഇല്ലാത്തവൻ, കെട്ടവൻ എന്നുള്ളതാക്കി. അപ്പോൾ അതിൻ്റെ എന്ത് വ്യാപ്തി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. എത്ര ഏതെങ്കിലും തരത്തിൽ നന്നാകാതെ വരുന്ന ഒരാളിനെ കുറിച്ച് ആ ഗുരുത്തം കെട്ടവനല്ലേ അവൻ എന്ന് പറയും. അപ്പോൾ ആ ഗുരു ശാപം വാങ്ങിച്ചവർ, അത് അങ്ങനെയുള്ളവർ ഒരു കാലത്തിന് രക്ഷപ്പെടരുതെന്ന് പറയും. ഗുരുശാപത്തിനകത്ത് പെടുന്നു കേട്ടോ. നമ്മുടെ മാതാപിതാക്കളും ഗുരുക്കൾ തന്നെയാണ്, ഗുരുക്കന്മാർ തന്നെയാണ്. എന്തെങ്കിലും പഠിപ്പിച്ചവരെന്നുള്ള അർത്ഥത്തിലല്ല, ശ്രേഷ്ഠരായിട്ടുള്ളവർ, മൂത്തവർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കണം, മനസ്സിലാക്കണം ഓരോ സന്ദർഭത്തിനനുസരിച്ച്. അപ്പോൾ അത് ആ ശാപം വാങ്ങിക്കാതിരിക്കുക, ശാപം വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക, അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ വിശ്വരൂപൻ അല്ല ദേവേന്ദ്രൻ്റെ കഥ മനസ്സിലായപ്പോൾ കഥകളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കണമല്ലോ. പിന്നെ വെറുതെ കഥ കേട്ടിട്ടെന്താ കാര്യം? അപ്പം ബൃഹസ്പതിയെ അനാദരിക്കാതിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകുകയില്ലായിരുന്നു. ബൃഹസ്പതിയെ അനാദരിച്ചു, അദ്ദേഹം ഇറങ്ങിപ്പോയി, ആചാര്യനില്ലാതെയായി. ഉടനെ പകരം ഒരു ത്വഷ്ടാവിൻ്റെ മകനായ വിശ്വരൂപനെ കൊണ്ടുവന്നു. പക്ഷേ അമ്മ അസുരസ്ത്രീയായിരുന്നു. അദ്ദേഹത്തിന് 2 കൂട്ടരോടും ഒരേപോലെ ഉള്ള ഇതുണ്ടായിരുന്നുകൊണ്ട് യജ്ഞഭാഗം അസുരന്മാർക്ക് കൂടി കൊടുത്തു. അത് ദേവേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. ദേവേന്ദ്രൻ അദ്ദേഹത്തെ വധിച്ചു. 3 തലയുണ്ടായിരുന്നത് 3 പക്ഷികളായിട്ട് പറന്നുപോയി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വിശ്വരൂപൻ ഇല്ലാതായി. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് സംഭവിച്ചു? ബ്രഹ്മഹത്യാപാപം. അന്ന് നമ്മൾ പറയുന്ന ഈ വേദിക് കാലഘട്ടത്തിൽ, വേദ കാലഘട്ടത്തിൽ ഈ ബ്രഹ്മഹത്യാപാപം, ബ്രഹ്മജ്ഞാനികളെ വധിക്കുക എന്നുള്ളത് ഏറ്റവും പാപമായിട്ടുള്ള കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് ഈ ബ്രഹ്മഹത്യ 2 കൈ കൊണ്ടും സ്വീകരിച്ചു. ആ സംവത്സര അവസാനത്തിൽ ഭൂതങ്ങളുടെ വിശുദ്ധിക്കായിക്കൊണ്ട് ഭൂമി അമ്പു ദ്രുമ യോഷിദ്ഭ്യഃ, ഭൂമി, ജലം, ദ്രുമം, വൃക്ഷം, അതുപോലെ യോഷ സ്ത്രീ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പര്യായ പദങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ത്രീ പര്യായം പഠിച്ചിട്ടില്ലേ? യോഷ. അപ്പോൾ യോഷിദ്ഭ്യഃ, സ്ത്രീകൾ ഇവർക്കായിക്കൊണ്ട് ആ പാപത്തെ 4 വിഭജിച്ചു. അതാണ് സ്ത്രീകൾക്ക് ഒരു പാപഭാരം വഹിക്കുന്നവരാണ് സ്ത്രീകൾ. വേറൊരാളിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തെ സ്വീകരിച്ചുകൊണ്ടാണ് സ്ത്രീയായിട്ട് ജന്മമെടുക്കുന്നതെന്ന് പറയും. അതെന്തുകൊണ്ടാണ്? ഈ വിശ്വരൂപന് പിന്നെ ബ്രഹ്മഹത്യാപാപം തൻ്റെ വിശുദ്ധിക്കായി, ഭൂതങ്ങളുടെ വിശുദ്ധിക്കായിക്കൊണ്ട് ആ സംവത്സര അവസാനത്തിൽ ദേവേന്ദ്രന് കിട്ടിയതാണ് ആ ശാപം. എന്ന് പറഞ്ഞാൽ പാപം. വിശ്വരൂപൻ ശാപിച്ചൊന്നുമില്ല, പക്ഷേ ആ ശാപം കിട്ടി. എന്താ? ബ്രഹ്മഹത്യാപാപം കിട്ടി. ശാപവും പാപവും ഒക്കെ ഒന്ന് തന്നെ. ആ പാപത്തിന് എന്ത് ചെയ്തു അദ്ദേഹം? സംവത്സരൻ്റെ ഒരു സംവത്സരം കഴിഞ്ഞപ്പോൾ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുമല്ലോ, വിശ്വരൂപനെ ബാധിച്ചപ്പോൾ
അത് കഴിഞ്ഞ് ഒരു വത്സരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇത് വിശുദ്ധിക്കായിക്കൊണ്ട് ഭൂതങ്ങളുടെ വിശുദ്ധിക്കായിക്കൊണ്ട് ഈ പാപങ്ങളെയൊക്കെ എവിടെ കൊണ്ടൊക്കെ വെക്കും? നമ്മൾ വയ്ക്കൽ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയുന്നു. അതിനൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഒരു സ്ഥലം കൊണ്ട് തികയുകയില്ല, അത്രയ്ക്ക് മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 4 കൊടുത്തു. കഥ ഓർത്തിരിക്കണം കേട്ടോ. ഒന്ന് ഭൂമിക്ക് കൊടുത്തു, ജലം വെള്ളത്തിന് കൊടുത്തു, വൃക്ഷം അതിന് കൊടുത്തു, പിന്നെ ഒന്ന് സ്ത്രീകൾ എപ്പോഴും പാപം വഹിക്കുന്നവരാണ്. ആരുടെയോ പാപം വഹിച്ചുകൊണ്ടാണ് ഓരോ സ്ത്രീ ജന്മവും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഗുരുവധരൂപം ആയ പാപത്തിന് ബ്രഹ്മഹത്യ എന്ന് പറയുന്നു. ഇന്ദ്രൻ ത്രിലോകാധിപൻ, 3 ലോകങ്ങൾക്കും അധിപനാണ്. ഈ പാപം തന്നെ ബാധിക്കാതെയാക്കുവാൻ, തനിക്ക് ഈ പാപം ഉണ്ടാക്കാതിരിക്കാൻ വീതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രാബല്യം നിമിത്തം അതിനെ 1 സംവത്സരം തികച്ച് തൻ്റെ കൈകൊണ്ട് തന്നെ വഹിച്ചു. തൻ്റെ കൈക്കുള്ളിൽ നിൽക്കാതെ വരുന്നെന്ന് തോന്നിയപ്പോൾ ആ ഭൂതങ്ങളുടെ ഇടയിൽ താൻ പരിശുദ്ധനായി പ്രകാശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇതിൻ്റെ ഇടയിൽ പഞ്ചഭൂതങ്ങളുടെയൊക്കെ ഇടയിൽ താൻ വിശുദ്ധനാണെന്ന് വരുത്തുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ പാപത്തെയൊക്കെ ഭൂമി, ജലം, വൃക്ഷം, സ്ത്രീകൾ എന്ന ആ 4 സ്ഥാനങ്ങളിൽ 4 വിഭജിച്ച് ഓരോ ഭാഗം സമർപ്പിച്ചു. ഭൂമി സ്തുരീയം ജഗ്രാഹ ഘാതപൂരവരേണ വൈ ഈരിണം ബ്രഹ്മഹത്യായ രൂപം ഭൂമൗ പ്രദൃശ്യതേ. ഭൂമി സ്തുരീയം എന്ന് ചോദിച്ചാൽ ഭൂമിഹി തുരീയമാണ്. ജഗ്രാഹ ഘാതപൂരവരേണ വൈ ഈരിണം ബ്രഹ്മഹത്യായ രൂപം ഭൂമൗ പ്രദൃശ്യതേ. ഘാതപൂതവരേണ രൂപത്തോടു കൂടി, ആ ഘാതത്തിൻ്റെ പൂർണ്ണ രൂപത്തോടു കൂടി ഭൂമി തുരീയം കാലംശത്തെ തുരീയം ഒരു ഭാഗത്തെ ഗ്രഹിച്ചു. ഭൂമൗ ഈരിണം ഗ്രഹിച്ചു. ഭൂമൗ ഈരിണം ഭൂമിയിൽ ഊഷരം ബ്രഹ്മഹത്യയുടെ സ്വരൂപമായിട്ട് പ്രദർശിതയെ കാണപ്പെടുന്നു. ഊഷര ഭൂമിയായിട്ട്, ഭൂമിയിൽ ഇതിനെ എന്തെങ്കിലും ആയിട്ടത് കാണില്ല. ഭൂമിയിൽ എവിടെയെങ്കിലും ആ പാപം ഇരിക്കുന്ന എവിടെയാണ്? ഊഷര ഭൂമിയായിട്ട്, ഒന്നും ഉണ്ടാകാത്ത സ്ഥലം. ഈ ഭൂമി എന്താ ഇത്? അതാ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, ഈ ബ്രഹ്മഹത്യയുടെ 4 ഭാഗമാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. ആ കുഴിച്ചെടുത്ത ഭാഗം താനേ തന്നെ പൂർണ്ണമായി വരുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം ബ്രഹ്മഹത്യയെ സ്വീകരിക്കാം എന്ന്. ആ ഭൂമി കുഴിച്ചാൽ ആ ഭാഗം തന്നെ അത് പൂർണ്ണമായി വരുന്ന ഒരു രീതിയാണെങ്കിൽ ഞാൻ ഈ പാപത്തെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ആ വിധം അനുഗ്രഹിച്ചു. അതങ്ങനെയാകട്ടെ. കാരണം ഭൂമി കുഴിച്ചെടുത്താൽ അത് കുറേ കഴിയുമ്പോൾ അതെങ്ങനെയെങ്കിലും മണ്ണ് നികന്ന് വെള്ളം ഒഴുകി മണ്ണ് നികന്നത് വീണ്ടും ഭൂമിയായിട്ട് മാറാറുണ്ട് അല്ലേ? ആ അനുഗ്രഹം കൊടുത്തതാണ് ഭൂമി പറഞ്ഞത്. ഭൂമി വെച്ച ഞാൻ ഈ പാപം ഏക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സ്ഥലം എൻ്റെ ഗുണം കുഴിച്ചെടുക്കുന്നിടം തന്നെ നികന്നു വരണം, പൂർണ്ണമായിട്ടിരിക്കണം. അങ്ങനെ അപ്പോൾ അത് ഇന്ദ്രൻ സമ്മതിച്ചു. അത് ആ ഇന്ദ്രൻ്റെ ആ വ്യവസ്ഥയിൽ ബ്രഹ്മഹത്യയെ ഭൂമി സ്വീകരിച്ചു. ആ ഭൂമിയിൽ കാണപ്പെടുന്ന ഈ ഊഷരഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ മരുഭൂമി എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാകാത്ത സ്ഥലം, മണൽ കാടായി എന്നൊക്കെ പറയാം. സസ്യാദികളൊന്നും മുളയ്ക്കാത്ത ആയ സ്ഥാനം ആ ബ്രഹ്മഹത്യയുടെ സ്വരൂപമാണ്. ബ്രഹ്മഹത്യയുടെ ആ പാപമേറിക്കൊണ്ടാണ് ഭൂമി ഊഷരയായിട്ട് നിലനിൽക്കുന്നത്. വേദാധ്യായന ശുഭകർമ്മങ്ങൾ ചെയ്തുകൂടാ എന്ന് പ്രത്യേകം പറയുന്നു. ഊഷരഭൂമിയിൽ ഒരു വേദാധ്യയനങ്ങളോ ഒരു കാര്യങ്ങളും വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് താമസയോഗ്യമല്ല, വിദ്യാഭ്യാസ യോഗ്യമല്ല എന്ന് ഒന്നിനും കൊള്ളാത്ത സ്ഥലമായിട്ട് അതിനെ വെച്ചു. ഭൂമിയിൽ ജലം ഉണ്ടായിരിക്കണം. ഭൂമിയിൽ കുഴിച്ചാൽ അവിടെ നികന്നു പോകാതിരിക്കണമെങ്കിൽ അവിടെ ജലം കൊണ്ട് നിറയണം തന്നെ. അപ്പം ജലം ഉണ്ടെന്നിപ്പം അത് നിറഞ്ഞല്ലേ നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അത് ഊഷരഭൂമി ആയിട്ട് തീരും. അവിടെ ഒന്നും ഉണ്ടാകത്തില്ല ജലമില്ലെങ്കിൽ. അങ്ങനെ ഒരു സ്ഥലമായിട്ട് തീരും. അപ്പോൾ ഊഷരഭൂമി എന്ന് പറയുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നും കിളുക്കാത്തതായിട്ട് ഉണ്ടെങ്കിൽ അത് അവിടെ കരുതിക്കൊള്ളുക. പാപം ഏറ്റുവാങ്ങി വെച്ചിരിക്കുന്ന ഭൂമി നമുക്കുണ്ട്. ഭൂമി സാധാരണ സ്ഥലങ്ങളിൽ ഇടയ്ക്കായിട്ട് കാണത്തില്ല, ഒന്നിച്ചേതെങ്കിലും ഒരു പ്രദേശമായിരിക്കും ഊഷരഭൂമിയായിട്ട് നമുക്കുണ്ട്.
ഡെസേർട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളുകളിലൊക്കെ. അപ്പോൾ രാജസ്ഥാനിൽ ഇതാണെന്ന് ഒരു ഭാഗം മുഴുവനും ഊഷരഭൂമിയാണ്. അതുപോലെ സഹാറ ഏറ്റവും വലിയ ഊഷരഭൂമിയായിട്ട് ലോകത്തിലെ തന്നെ പറയുന്നത് നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് തുര്യം ഛേദവിരോഹേണ വരേണ ജഗൃഹുർദ്രുമാഹ തേഷാം നിര്യാസരൂപേണ ബ്രഹ്മഹത്യാ പ്രദൃശ്യതേ. തുര്യം ഛേദവിരോഹേണ വരേണ ജഗൃഹുർദ്രുമാഹ തേഷാം നിര്യാസരൂപേണ ബ്രഹ്മഹത്യാ പ്രദൃശ്യതേ. മുറിച്ചാൽ ഛേദ വിരോഹേണ ഛേദിച്ചാൽ വരേണ ഛേദ വിരോഹേണ വരേണ മുറിച്ചാൽ പിന്നെയും തളർത്ത് വരുന്നതായ ആ വരേണ വരത്തോട് കൂടി എന്ത് വരത്തോട് കൂടി? ഛേദവിരോഹേണ മുറിച്ചാൽ പിന്നെയും തളർത്ത് വരുന്ന ആ ഒരു ഇത് വൃക്ഷങ്ങൾ കൊണ്ടല്ലേ. ഏത് വൃക്ഷം മുറിച്ചാൽ അത് പിന്നെ വീണ്ടും തളർത്ത് വരും. അതിൻ്റെ എവിടെ നിന്നെങ്കിലും മൊട്ടായിട്ട് നിൽക്കുന്ന ഒന്നുമില്ലാതെ നമ്മൾ കണ്ടിച്ച് കളഞ്ഞാലും കുറച്ച് ഇലയെങ്കിലും അതിന് വരും. എന്നിട്ട് പിന്നെ പോയാലും കുറച്ച് ഇലയെങ്കിലും വരും. അങ്ങനെയാണ് അതിന് ആ വൃക്ഷങ്ങളുടെ രീതി. തളർക്കുന്ന പിന്നെയും തളർക്കുന്നതായ വരത്തോടു കൂടി ദ്രുമാ വൃക്ഷങ്ങൾ തുര്യം ചതുർത്ഥാംശം ആ നാലിലൊന്നിനകത്തെ ഒരു ഭാഗം ഭൂമി സ്വീകരിച്ചു. ഈ ബാക്കി മൂന്ന് നാലിലൊന്നും കൂടി ഉണ്ട്. അതിനകത്തെ ഒരു നാലിലൊന്ന് ഭൂമി വൃക്ഷങ്ങൾ അത് സ്വീകരിച്ചു. ജഗൃഹു ഗ്രഹിച്ചു. തേഷാം അവയുടെ നിര്യാസരൂപേണ പാലിൻ്റെ രൂപത്തിൽ. അപ്പോൾ ചില വൃക്ഷങ്ങളിൽ അപ്പം ഇതിന് ഒരു പരിഹാരം വേണമല്ലോ. അവർക്ക് ഏറ്റാൽ നമ്മൾ പാപം കേൾക്കുമ്പോൾ അതിനൊരു ഇത് വേണം. അതെന്താ? അത് ഇല്ല. അത് ഭൂമിക്ക് കൊടുത്തത് എന്താണ്? ഊഷരഭൂമിയിൽ ആയിട്ട് മാറി അവിടെ. ബാക്കിയുള്ളിടം ശരിയാണ്. പിന്നെ ബാക്കിയുള്ളതും കുഴപ്പമില്ലാതെ. അപ്പോൾ ഒരു ഭാഗം ഊഷരമായിട്ട് തീർന്നു. അവിടെ ഒന്നിനും കൊള്ളാത്ത സ്ഥലമായി. അതുപോലെ ഈ ബ്രഹ്മഹത്യ പാപം വൃക്ഷങ്ങൾ സ്വീകരിച്ചപ്പോൾ അവയ്ക്കുണ്ടായത് എന്താണ്? പാലിൻ്റെ സ്വരൂപത്തിൽ. ചില വൃക്ഷങ്ങൾ കറയില്ലേ, കറയുള്ളതെന്ന് പറഞ്ഞാൽ മതി. ആ ബ്രഹ്മഹത്യ കാണപ്പെടുന്നു. ആ വൃക്ഷത്തിനൊക്കെയുള്ള ആ കറയാണ് വൃക്ഷത്തിന് ഓരോ വൃക്ഷത്തിനും കൊടുത്തിരിക്കുന്ന ഭൂമി ഒന്നായിട്ടാണ്. മണ്ണെന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ അങ്ങനെ ഓർക്കരുത്. ഭൂമി എന്ന് പറഞ്ഞാൽ മണ്ണല്ല, ഭൂമിയിലെ അവസ്ഥ, എല്ലാം കൂടെ കൂടിയ അവസ്ഥ. അതിനെ ഊഷരഭൂമിയായിട്ട് പാപം ഏറ്റുവാങ്ങി ഓരോ വൃക്ഷത്തെ എടുക്കണം. ആ വൃക്ഷത്തിൻ്റെ കറ, ഏത് വൃക്ഷമാണെങ്കിലും അതിൻ്റെ കറ അതിൻ്റെ പാപമാണ്. ആ പാപം ഏറ്റതാണ്. ആ പാപത്തിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. കറ വന്നാൽ ബാക്കി കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ മുറിച്ചാൽ കറ വരുന്ന ആ കറയില്ലേ, അത് ആ പാപത്തിൻ്റെ അംശമാണ്. നമ്മുടെ ഇവിടെ മുഴുവൻ കറയായിരുന്നു. ഇപ്പോൾ കുറേ പോയി റബ്ബർ കറ. അത് കേരളത്തിൻ്റെ ഉന്മൂലനാശം വരുത്തി. എന്താ? കേരം തിങ്ങിയ നാട് ഇല്ലാതായി. വൃക്ഷങ്ങളില്ലാതായി. കേരവൃക്ഷങ്ങളില്ലാതായി. അപ്പം മുഴുവൻ വെട്ടി റബ്ബർ വെച്ചു നമ്മൾ. ഇപ്പോൾ വില കൂടിയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചെല്ലി കുത്തിയതും പിന്നെ മണ്ടരി വന്നതും ഒക്കെ പ്രയോഗിച്ച് എന്താണെങ്കിലും അതൊക്കെ റബ്ബറിനോ കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ 50 വർഷത്തിൻ്റെ മുമ്പൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പൊക്കെ തെങ്ങായിരുന്നു. 80 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരിപാടിയും തീർന്നു തുടങ്ങി. ഇപ്പോൾ റബ്ബറുടെ കൃഷി. ഇപ്പം വേറെ തെങ്ങ് വീണ്ടും വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അതിന് പക്ഷേ വരിക എപ്പോഴും. അപ്പോൾ ഈ എന്തിൻ്റെയും കറ, വൃക്ഷങ്ങളുടെ കറ കണ്ടാൽ ഓർത്തോണം അതതിൻ്റെ പാപമാണെന്ന്. ആ പാപത്തിൻ്റെ ഭാഗം ആണ് അത് വഹിച്ചത്. ഇനിയും പറയുന്നുണ്ട് 2 പേരുടെ കാര്യം. ഒന്ന് സ്ത്രീയും പിന്നെ ഒന്ന് ഒരെണ്ണം 4 ഉണ്ടായിരുന്നല്ലോ. ബ്രഹ്മഹത്യ, ഭൂമി അമ്പു അല്ലേ, ഭൂദാന വിശുദ്ധീകരണം, ഭൂമി അമ്പു, ജലമുണ്ട്. ഭൂമി അപ്പ് അതാണ് ഭൂമി അമ്പു. അപ്പോൾ വൃക്ഷങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ പാല് ബ്രഹ്മഹത്യയ്ക്ക് സ്വരൂപമാകുന്നു. ആ ബ്രഹ്മഹത്യയുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് വൃക്ഷങ്ങൾ മുറിച്ചാൽ പാൽ വരുന്നത്, കറ വരുന്നത്. ആകയാൽ അത് ഭക്ഷിക്കരുത്. ആ കറ ഭക്ഷിക്കരുത്. ഒരു വൃക്ഷത്തിൻ്റെയും കറ ഭക്ഷിക്കരുത്, ഭക്ഷിക്കാൻ കൊള്ളില്ല.
അതിൻ്റെ കറ. പക്ഷെ കായം നമ്മൾ ഉപയോഗിക്കൂലേ, കായം അതിൻ്റെ കറയാണെന്നല്ലേ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശശ്വത് കാമവരേണ അംഹ, ശശ്വത കാമവരേണ അംഹ, ആ അംശം 4/1 ഭാഗം പാപത്തെ തുരീയം ജഗൃഹു സ്ത്രീയ രജോരൂപേണ താസ്വംഹോ മാസി മാസി പ്രദൃശ്യതേ. ആ സ്ത്രീകളും അതിനകത്ത് 4/1 സ്വീകരിച്ചവരാണ്. അവർ വെറും നിസ്സാരക്കാരല്ല, ഒരു പാപം ഏറ്റുവാങ്ങാൻ മനസ്ഥൈര്യം കാണിച്ചവർ. ഗ്രാഹം കൊടുത്തപ്പോൾ വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്ന പറ്റിയല്ലായിരുന്നു, പക്ഷേ വാങ്ങിച്ചു, ഒരു കണ്ടീഷനോട് കൂടിയാണ്. മാസി മാസി, അവരിൽ മാസം തോറും രജോരൂപേണ, രജസിൻ്റെ സ്വരൂപം എന്താണ്? രക്തവർണ്ണമാണ്. ആ രൂപത്തിൽ അഹം പാപം പ്രദർശ്യത, ആ പാപം ഓരോ മാസത്തിലും സ്ത്രീകളിൽ കാണപ്പെടുന്നു. പ്രദർശ്യത അപ്പോൾ എന്താ? അപ്പം ഇന്ദ്രൻ ആ വരത്തെ തരണമെന്ന്, ആ വരം തരികയാണെങ്കിൽ ഞങ്ങളിത് സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളുടെ അപേക്ഷയെ ഇന്ദ്രൻ അനുഗ്രഹത്താൽ സാധിപ്പിച്ചുകൊണ്ട് 4/1 ഭാഗം പാപത്തെ സ്ത്രീകൾക്ക് സ്വീകരിച്ചു. ആ മാസം തോറും സ്ത്രീകളിൽ കാണപ്പെടുന്ന ആ രജസ്, അവർക്ക് ആ രജസ്വലയായിരിക്കുമ്പോൾ പാഞ്ചാലിയെ സഭാമധ്യത്തിൽ കൊണ്ടുവരുന്നെന്ന് നമ്മൾ ആ വാക്ക് പറയാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെന്താണെന്നല്ലേ? രജസ്വല, രജസ് എന്ന് പറഞ്ഞാൽ രജസിൻ്റെ നിറം ചുമപ്പാണ്, മറ്റേ സാത്വിക നിറം വെളുപ്പാണ്, താമസ നിറം കറുപ്പാണ്. അതാണ് രജസ്. ബ്രഹ്മഹത്യാ സ്വരൂപമാണ്. സ്ത്രീകളുടെ ആ മാസം തോറുമുള്ള ബ്രഹ്മഹത്യയുടെ ആ പാപത്തിൻ്റെ ഇതാണ് ആ മാസം തോറും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായോ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന്? അതുപോലെ തന്നെ ഒരു വരവും കൂടെ കൊടുത്തു. ഗർഭാവസ്ഥയിലും സംയോഗം, പുരുഷ സംയോഗത്തിന് വേണമെങ്കിലാകാം സ്ത്രീകൾക്ക്. അതായത് ഗർഭം ധരിച്ചു കഴിഞ്ഞാലും പുരുഷ സംയോഗം ഉണ്ടാകുന്ന ഒറ്റ ജീവി മനുഷ്യ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ജീവികളും അവർ ഒന്നിച്ച് പ്രജനനത്തിൻ്റെ സമയത്ത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സമയമുണ്ട്. എല്ലാ നമ്മൾ നാട്ടിലൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. പാമ്പുകൾ, പട്ടികൾ, അങ്ങനത്തെയുള്ള ആ ജീവികൾ, പൂച്ചകളൊക്കെ ഒരു സമയം, അത് ഗർഭാവസ്ഥയിലൊരു പെൺ സ്ത്രീലിംഗത്തിലുള്ള ഒരു ജീവിയെ അതിൻ്റെ ഇണ അതിൻ്റെ അടുത്ത് ചെല്ലുകയില്ല. പക്ഷെ നമ്മുടെ മനുഷ്യർക്കത് പ്രശ്നമല്ല. കാരണം അത് ഈ ബ്രഹ്മഹത്യാപാപം പറഞ്ഞപ്പോൾ സ്ത്രീകൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെയായിരുന്നു അതിന് മുമ്പെന്ന്. ഗർഭം ധരിച്ചാൽ പ്രസവം കഴിയുന്നത് വരെ പുരുഷ സംയോഗം പാടില്ല. അങ്ങനെ ചെയ്താൽ ഗർഭം നശിക്കും. അങ്ങനെയായിരുന്നു. ഇതാണ് പ്രാണിവർഗത്തിൻ്റെ എല്ലാ സാമാന്യ നിയമം. എല്ലാ പ്രാണിവർഗത്തിൻ്റെ നിയമം അങ്ങനെയാണ്. പക്ഷേ ഗർഭം ധരിച്ചാലും ആകുന്നതെന്ന് വെച്ചാൽ പ്രസവിക്കുന്നത് വരെ പുരുഷ സംയോഗം ഉണ്ടായാലും എന്നാണ് ഗർഭം നശിക്കാതിരിക്കാനുള്ള വരം തരണമെന്ന് സ്ത്രീകൾ അപേക്ഷിച്ചു. എന്തെങ്കിലും ആ കാര്യം കാണും അവരങ്ങനെ അപേക്ഷിച്ചതിൽ ശല്യം കാരണമായിരിക്കും, വലിയ ബുദ്ധിമുട്ട് കാരണമായിരിക്കും. അതൊരു അങ്ങനെ വേണമെങ്കിലും ആകാം എന്ന് ഒരു ഇത് വെച്ചത് സ്ത്രീകൾക്ക് മാത്രമാണ്. അതുപോലെ മാസം തോറും ഈ കാണുന്നതും ഒരു പാപമാണ്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റുമോ ആചാര്യന്മാർക്ക്? അതുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മംഗള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പാപം ആയിട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ മറ്റൊരിടത്ത് ചെന്നുകൂടാ, തൊട്ടുകൂടാ, അതിനെ പിന്നെ ക്ഷേത്രത്തിൽ കയറിക്കൂടാ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അത് ചെയ്യുന്നത് അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഞാൻ പാപിയാണ് എന്ന് നമ്മൾ വിചാരിക്കാതിരിക്കണമെങ്കിൽ അപ്പോഴും ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭോസുരനും എല്ലാം ഒരുപോലെയാണ്. അപ്പം രജസ്വലയായിരിക്കുന്ന സമയത്തും സ്ത്രീകൾക്ക് ആ പാപത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു വരവും കൂടെ മനുഷ്യർക്കുണ്ട്. എന്താ? മനുഷ്യർ അത് സ്ത്രീ ആണേലും അതായത് മനുഷ്യ സ്ത്രീക്കുണ്ട്. ഈശ്വരനെ വിചാരം ചെയ്യാം. അപ്പോൾ ആ ഈശ്വരനെ വിചാരം ചെയ്യുമ്പോൾ അതിനെങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല, ഇപ്പം വേണം ചെയ്യാവുന്നത് കൊണ്ട് അത് ചെയ്യുന്നവർക്ക് ആ പാപം ഇല്ല, അല്ലേ? ഈശ്വരനെ വിചാരം ചെയ്യുന്നവർക്ക് പാപമില്ലല്ലോ. അതാണ് അതിൻ്റെ അത് മനുഷ്യർക്ക് മാത്രമേ പറ്റൂ. മറ്റേ മൃഗങ്ങൾക്കും മൃഗങ്ങളുടെ വൃക്ഷങ്ങൾക്കും
ഭൂമിക്കും അത് സാധിക്കുന്നില്ല. ഈശ്വര വിചാരം ചെയ്യാൻ ഭൂമിക്ക് പറ്റുന്നുണ്ടോ? ഈശ്വര വിചാരം ചെയ്യാൻ ജലത്തിന് പറ്റുന്നുണ്ടോ? ഈശ്വര വിചാരം ചെയ്യാൻ വൃക്ഷങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടേതെല്ലാം വന്ന ആ പാപം ഇന്നതായിട്ട് മാറി ഉണ്ടല്ലോ. ആ ഇരിക്കുന്നത്, ആ വരുന്ന ആ കറ അത് വന്നിരിക്കും. ജലത്തിനകത്ത് നുരയായിട്ട് വരുന്നതാണ് പാപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നുരയുള്ള വെള്ളം കൊള്ളില്ല എന്ന് പറയും. പിന്നെ നമ്മൾ അതഴുക്ക് ജലത്തിലെ നുര വരുവത്തുള്ളൂ. അതുകൊണ്ട് ആ ജലം ശുദ്ധമല്ലാത്ത ജലമാണ്. ശുദ്ധജലം നല്ല തെളിനീര് പോലെ ഇരിക്കുകയില്ല, മറ്റേതിങ്ങനെ പതഞ്ഞിരിക്കും. പിന്നെ വൃക്ഷങ്ങൾ, പിന്നെ ആദ്യം പറഞ്ഞത് ഭൂമി ഊഷരഭൂമിയായിട്ട് മാറും. അതിന് ആ സ്ഥലത്ത് അവർ ആവശ്യപ്പെട്ടത് ഇത്രയേ ഉള്ളൂ. എന്താ? ഇല്ലാതായി പോയതിനെ അവിടുന്ന് ഭൂമി എടുത്ത് മാറ്റിയാലും, ഭൂമി എന്ന് പറഞ്ഞാൽ മണ്ണ് അതെടുത്ത് മാറ്റിയാലും അവിടെ വീണ്ടും പഴയ പോലെ തന്നെ ആകണം. അങ്ങനെയാണ് ഭൂമിയുടെ നിയമം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റിയാലും കുറേ കഴിയുമ്പോൾ അവിടെ വീണ്ടും മണ്ണ് വന്ന് ചേരുമെന്നാണ് കണക്ക്. അത് നമുക്ക് പലപ്പോഴും അറിയാമല്ലേ. വെള്ളത്തിൻ്റെ ഇത് നമ്മൾ കാണുന്നു എല്ലാ വർഷവും. ഭൂമിയായിട്ട് കിടന്ന സ്ഥലത്തോട്ട് മുകളിൽ നിന്ന് മണ്ണ് വന്ന് ഒരു മഴ കഴിയുമ്പോഴത്തേനും പല ഭൂമികളും ആ രീതിയിലാകും. അതിന് മുമ്പ് ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നായിരിക്കാം. പക്ഷെ അത് എപ്പോഴും സന്തുലിതാവസ്ഥ പ്രകൃതി തന്നെ കൊടുക്കണം എന്നാണ് ഇന്ദ്രനോട് വാങ്ങിച്ച വരം. വൃക്ഷങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ തണൽ ഞങ്ങളെല്ലാവർക്കും കൊടുത്തോളാം, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു വരം വേണം. ഇത് ഈ ഞങ്ങളുടെ കറ പാപമായിട്ട് പൊക്കോളും. അത് ആരും ഭക്ഷിക്കരുത്. അത് ഭക്ഷ്യയോഗ്യമല്ല കറ. അപ്പോൾ അതിൻ്റെ തീർന്നു. ജലത്തിൻ്റെ പറഞ്ഞിട്ടില്ല, പിന്നെ സ്ത്രീകളുടെയും പറഞ്ഞു. നമുക്ക് ഇത്രയും മനസ്സിലായല്ലോ. അത് ഇന്ദ്രനും വിശ്വരൂപനുമായിട്ടുള്ള കഥയിൽ കൂടിയാണ് അത് പറയുന്നത്. ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാ പാപം 4ആയിട്ട് വിഭജിച്ച് കൊടുത്ത ഈ 4 പേരുടെയും പാപം എങ്ങനെയാണ് അവർ ഏറ്റതെന്ന്. അവർ വെറുതെ ഏൽക്കുകയല്ല, അവർ കണ്ടീഷൻ വെച്ചാണ് ഏറ്റത്. സ്ത്രീകൾ ഈ കണ്ടീഷൻ വെച്ചു, മാസം തോറും ഉണ്ടാകുന്ന ആ സമയം. അപ്പോൾ ആ സമയത്ത് പാപത്തിൻ്റെ അംശം അതിനകത്തുണ്ട്. അതായിട്ട് പോവുക, അത് നമ്മുടെ ഉള്ളിൽ നിന്നത് ഇല്ലാതായി പോകുന്നു ആ ഒരു മാസത്തേക്ക്. ആ മാസം വരുന്ന ആ സമയത്ത് അതുകൊണ്ട് ഒരു പാപിയായിട്ടുള്ളൊരു ആളായിട്ടാണ് നമ്മളെ. അതുകൊണ്ട് നമ്മൾ വീട്ടിനകത്ത് കയറ്റാത്ത. പണ്ട് തീണ്ടാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ തീണ്ടാരി എന്നായതെന്ന് തോന്നുന്നു. തീണ്ടാതിരിക്കുക. തീണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തൊട്ടടുത്ത് നിങ്ങൾ വിഷം തീണ്ടി എന്ന് പറഞ്ഞാൽ സർപ്പം ദംശിച്ചു എന്നുള്ളതിന് നമ്മൾ തീണ്ടുക എന്ന് പറയുന്നത് അടുത്ത് വരിക, നമ്മളെ ഒന്ന് തൊടുക എന്നൊക്കെ പറയുന്നത്. ആ തീണ്ടാരി എന്ന് പറയുന്നത്. തീണ്ടാതെ ഇരിക്കുക, ഇരിപ്പ്, ആരെയും തൊടാതെ ഇരിക്കുക. അത് പിന്നെ തീ അങ്ങ് മാറിയപ്പം തീണ്ടാരി അങ്ങനെ ആയതായിരിക്കാം. ഞാൻ ഈ ഭാഷയുടെ കാര്യം പറയുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഇങ്ങനെ ചില സംശയങ്ങളുണ്ടാകുമല്ലോ മനുഷ്യർക്ക്. അപ്പോൾ അതൊന്ന് മാറിക്കോട്ടെന്ന് ഓർത്ത് എത്രയും വിശദമായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പല രീതിയിൽ, വെറുതെ പൊട്ടന്മാരൊന്നും അല്ലായിരുന്നു ആചാര്യന്മാർ. അവരത് ചെറുതായിട്ടൊക്കെ വെച്ചിരുന്നു. ഇപ്പം അങ്ങനത്തെ പ്രശ്നം ഇല്ലെന്ന് പറയും. കാലം പുരോഗമിച്ചതോടുകൂടി വളരെ വ്യത്യസ്തമായി എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവർക്കത് പോകാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ പക്ഷെ അവരവർക്കറിയാം അതിൻ്റെ ആ ബുദ്ധിമുട്ടാണ്. ആ ഒരു 3-4 ദിവസത്തെ വിഷമം നമുക്കറിയാം. നമ്മുടെ മൂഡ്, നമ്മുടെ രീതി, നമ്മുടെ മാനസികാവസ്ഥ, ഹോർമോൺ ചേഞ്ചൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇപ്പം ഇവിടെ പറഞ്ഞതും അത് തന്നെയാണ്. ശാസ്ത്രീയമായിട്ട് അവർ പറഞ്ഞത് അത് തന്നെയാണ്. ദ്രവ്യ ഭൂയോ വരേണ ആപഹാന്നാക്കുക. പിന്നെ വെട്ടിയിട്ട് തുരീയം ജഗൃഹുർമലം താസു ബുദ്ബുദഭേനാഭ്യാം ആകട്ടോ ബുദ്ബുദഭേനാഭ്യാം ദൃഷ്ടം തദ്ഹരതി ക്ഷിപൻ. അതുപോലെ ഭൂയോ വരേണ ദ്രവ്യം അധികരിക്കുന്നതായ വരത്തോടുകൂടി, ദ്രവ്യം അധികരിക്കുന്നതായ വരത്തോടുകൂടി ജലം തുരീയം മലം, തുരീയത്തിലുള്ള അഴുക്ക് 4 ഭാഗം പാപത്തെ വെള്ളം ഗ്രസിച്ചു. അവയിൽ ഭേനം എന്ന രൂപത്തിൽ, അതായത് നുരയും പതയും എന്നുള്ള രൂപത്തിൽ നമ്മൾ കാണപ്പെടുന്നു. അതിനെ നീക്കിക്കളഞ്ഞ് എടുക്കുന്നു. അതോടുകൂടി ആരും വെള്ളമെടുക്കില്ല. ആ പത അങ്ങ് നീക്കും. നമ്മൾ പലയിടത്തും കാണാം കുമള കുത്തി കിടക്കുന്ന, അല്ലേ, നുരച്ച് പൊരച്ച് കിടക്കുന്ന വെള്ളം. അത് കൊള്ളത്തില്ല. അതിനെ മാറ്റിയിട്ടേ നമ്മൾ വെള്ളം
എടുക്കുകയുള്ളൂ. അതോടുകൂടി ആ വെള്ളം എടുക്കില്ല. അതോടുകൂടിയുള്ള വെള്ളം അഴുക്കാണ്, പാപം പറ്റിയതാണ്. അതിൻ്റെ പാപം, ആ ജലം ഏറ്റെടുത്ത പാപം ഈ നുരയും ആയിട്ട് കിടക്കും. നമ്മൾ പറയില്ല, ഈ ആ വെള്ളം കാണുന്ന നേരം നരച്ച് വരച്ച് കിടക്കുന്ന അത് കൊള്ളത്തില്ല, കുടിക്കാൻ കൊള്ളത്തില്ല. ഒഴുകുന്ന വെള്ളം നല്ലതാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, അത് നല്ലതാണ്. അത് നദിയെ അതുപോലെ ചെറിയ കുളങ്ങൾ, കിണറുകൾ, അങ്ങനെയുള്ള കുളങ്ങളിൽ എത്ര തന്നെ ജലമെടുത്താലും പിന്നെയും അധികമായി വരാനുള്ള അനുഗ്രഹം കൊടുത്തു. അതാ ദ്രവ്യ ഭൂയോ വരേണ, ദ്രവ്യം അധികരിക്കുന്നതായ വരത്തുള്ളൂ. കാരണം എടുക്കുന്നതാണ് ദ്രവ്യം. ഏത് ദ്രവ്യമാണ്? ജലം എന്ന ദ്രവ്യം എടുത്താൽ, ആ ജലം എടുത്താൽ, ദ്രവ്യം എന്ന് പറഞ്ഞാൽ ജലം എടുത്താൽ ദ്രാവകം, ദ്രവ്യം അതിങ്ങോട്ട് എടുത്താൽ വീണ്ടും വീണ്ടും അവിടെ വർദ്ധിക്കും, ഉറവയോട് കൂടിയതായിരിക്കും, അധികമാവാം. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം വേണമെന്നാണ് ജലം പറഞ്ഞത്. ഇന്ദ്രൻ അത് സമ്മതിച്ചു. അപ്പോൾ ആ പാപത്തിൻ്റെ ഒരു അംശം ആ 4:1 ജലം സ്വീകരിച്ചു. പക്ഷേ 4:1 ഭാഗം സ്വീകരിച്ചപ്പോൾ ജലത്തിൽ കാണപ്പെടുന്ന ഈ പതയും നുരയും ബ്രഹ്മഹത്യയുടെ രൂപമാണ്. അതിൻ്റെ രൂപമാണ്, ഓരോന്നിനും ഓരോ രൂപം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജലത്തിന് കൊടുത്തിരിക്കുന്ന രൂപം, ബ്രഹ്മഹത്യാ രൂപം ഏതാ? നുരയും പതയും. നുരയും പതയുള്ള വെള്ളം നമ്മൾ ആരും എടുത്ത് കുടിക്കുകയില്ല, മുക്കി കുടിക്കുകയില്ല, അല്ലേ? അഴുക്കാന്ന് പറയും. നമ്മൾ കിണറുകളിൽ, മോട്ടർ അടിക്കുന്ന കിണറുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചില കിണറുകളിൽ അങ്ങനെ കിടക്കും. പക്ഷെ നമ്മളതുകൊണ്ട് പറയും തൊട്ടിയിട്ട് കോരണം, എല്ലാ ദിവസവും തൊട്ടിയിട്ട് ഒരു തുടിച്ച് കോരണം, എങ്കിലേ വെള്ളം അങ്ങനെ കിടക്കും. കാരണം ആ വെള്ളം കുടിക്കാൻ നിഷിദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളം നിഷിദ്ധമാണ്. അങ്ങനത്തെ വെള്ളം കുടിക്കാൻ, അനങ്ങാതെ കിടക്കുന്ന വെള്ളം കുടിക്കാൻ പാടില്ല. ടാങ്കിനകത്ത് അടച്ച് കയറ്റി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുടിക്കുന്ന വെള്ളത്തിൽ, ഏത് കിണറ്റിലെ വെള്ളമാണോ അത് നമ്മൾ അനങ്ങിയിരിക്കണം. ആ നുരയും പതയും വരരുത്. നമ്മൾ കാണാറുണ്ട്, കുളത്തിൽ കുളിക്കാൻ ചെല്ലുന്നവർ, സ്ഥിരമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെ കുളിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മൾ ആ കുളത്തിലോട്ട് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? ആദ്യമേ ചെയ്യുന്നത് ആ വെള്ളം നമ്മളങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട്, പണ്ടൊക്കെ മുകളിലോട്ട് കയറ്റി കൊടുത്ത് മലക്കച്ച കെട്ടി കൊടുത്തോണ്ട് നമ്മളൊക്കെ ഞങ്ങളൊക്കെ തോട്ടിൽ കുളിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കൈ കൊണ്ട് നമ്മുടെ കൈപ്പാട് അകലെ ഇങ്ങനെ ഒന്ന് വട്ടത്തിലങ്ങ് കറക്കും. എന്തിനാണെന്നൊന്നും അറിയത്തില്ല, എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇതുകൊണ്ടൊക്കെയാണ്. അന്ന് ഒരേ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് അകന്ന് പോകാനായിട്ടാണ് ആ വെള്ളത്തിൽ നമ്മൾ മുങ്ങി കുളിക്കാറ് പോലുള്ളൂ. എന്നിട്ട് വായിക്കകത്ത് ഒരു കവിൾ വെള്ളം കൊണ്ടിട്ട് തുപ്പിക്കളയും ആ വെള്ളം. അങ്ങനെയല്ലേ ചെയ്യുന്നത്? നിങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? പലരും ചെയ്തിട്ടുണ്ടാകും. ഇത് പറയുമ്പോൾ ഓർക്കും, ചേച്ചി ഇങ്ങനെ ഇതൊക്കെ ഓർക്കുന്നതെന്ന്. ഞാനത് ഓർക്കുന്നുണ്ട്. അത് ഇപ്പം കാരണം കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് ഓർക്കുന്നത് എന്തിനാണ് അത് ചെയ്തതെന്ന്. അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചല്ലോ, മനസ്സിലായല്ലോ? വെള്ളത്തിനകത്ത് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. 2 കൈ കൊണ്ട് നമ്മുടെ കൈപ്പാട് അകലം നമ്മളൊന്ന് വൃത്തിയാക്കുക. നുരയും പതയൊക്കെ ഉള്ളതും കൂടെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊരു വെള്ളം കയ്യിലോട്ട് 2 കൈ കൊണ്ടും കോരി ഒഴിച്ചിട്ട് കുലുക്കുഞ്ഞ് തുപ്പിയതിന് ശേഷമാണ് നമ്മൾ വെള്ളം എല്ലാവരും ചെയ്യുന്നത്. നമ്മളത് അറിയാതെ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റായിട്ട് വരുന്നതാണ് നമുക്ക്, അല്ലേ? നമ്മൾ തുമ്മുമ്പോൾ ഹരികൃഷ്ണ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ വായിക്കാനൊന്ന് പഠിക്കാമേ. ദ്രവ്യ ഭൂയോ വരേണാപഹ തുരീയം ജഗൃഹുർമലം താസു ബുദ്ബുദഭേനാഭ്യാം ദൃഷ്ടം ഹരതി ക്ഷിപൻ ഹതപുത്ര ത്വഷ്ടായുള്ള ഹതപുത്ര സ വെട്ടിക്കളഞ്ഞേരെ തതത്വഷ്ട ഹതപുത്ര തതസ്ത്വഷ്ട തതഹ ത്വഷ്ടയാണ് സ. പിന്നെ എല്ലാ സവും വെട്ടിക്കളയണ്ട, അപ്പോൾ ഒരു ഇത് വരും. അല്ലെ എല്ലാം കൂടെ എല്ലാ സ ഉച്ചരിച്ചാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. ഹതപുത്ര ആ സ വെട്ടിക്കളയുക. തതത്വഷ്ട ജുഹാവേന്ദ്രായ ശത്രവേ ഇന്ദ്രശത്രോ വിവർദ്ധസ്വ മാ ചിരം ജഹി വിദ്വേഷം. ത്വഷ്ടാവ് പിന്നീട് എന്ത് ചെയ്ത് അനന്തരം ഹതപുത്ര ത്വഷ്ടാവിൻ്റെ മകനല്ലേ ഇല്ലാതായിപ്പോയത്. ഹനിക്കപ്പെട്ട പുത്രനോട് കൂടിയ ത്വഷ്ടാവ് ഇന്ദ്രനായിക്കൊണ്ട് ശത്രുവിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹോമം തുടങ്ങി. എന്താ പറഞ്ഞത്? ഇന്ദ്രശത്രു വിവർദ്ധസ്വ. ഇന്ദ്രൻ്റെ ശത്രുവായുള്ളവരാരാണോ അത് വിവർദ്ധസ്വ, ഉള്ളവരാരെങ്കിലും ഒന്ന് ഏറ്റവും വർദ്ധിച്ചാലും വിദ്വേഷിയെ ശത്രുവിനെ മാചിരം വേഗത്തിൽ ഹനിച്ചാലും ഭഗവതിൻ്റെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മഹത്യയിൽ നിന്ന് ഇന്ദ്രൻ വിമുക്തനായി. പക്ഷേ ബാക്കിയുള്ള സംഭവം എന്നാ? വിശ്വരൂപൻ എന്നു പേരായ തൻ്റെ പുത്രനെ ഇന്ദ്രൻ വധിച്ചു എന്നറിഞ്ഞപ്പം ത്വഷ്ടാവെന്ന അച്ഛന് ഭയങ്കരമായ വിഷമം തോന്നി. അപ്പോൾ എന്ത് ചെയ്തു?
ഇന്ദ്രനെ വധിക്കാൻ മാത്രം ഉള്ളവനായ ഒരു സത്വത്തെ ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ഹോമം ചെയ്തു. അതിനകത്ത് മന്ത്രം ഏതാ? ഇന്ദ്രശത്രു വിവർദ്ധസ്വ, അതിശീഘ്രം വളരുക, ഒരു കാലതാമസവും കൂടാതെ ആ ശത്രുവായ ഇന്ദ്രനെ ഇല്ലാതാക്കിയാലും എന്നർത്ഥമുള്ള മന്ത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലം വിപരീതമായിട്ട് ഫലിച്ചു. അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ച പുത്രൻ ഇന്ദ്രനെ വധിക്കുന്നതിന് പകരം ഇന്ദ്രനെ രക്ഷിച്ചു. കാരണം ഇന്ദ്രശത്രു എന്ന അർത്ഥത്തിൽ ഉച്ചരിച്ചതായ ഇന്ദ്രശത്രോ എന്നതിൽ ഒന്നാമത്തെ പദത്തിൽ ഇതി എന്ന ധാതു ഉദാത്ത ഗണത്തിൽ ചേർന്നതുകൊണ്ട് ഇന്ദ്രശത്രു വിവർദ്ധസ്വ, ഇതി ശത്രു വിവർദ്ധസ്വ എന്നായിപ്പോയി. അപ്പോൾ ഇന്ദ്രനാകുന്ന ശത്രുവോട് കൂടിയെന്ന് വ്യാഖ്യാനിച്ചെടുത്തു. അപ്പോൾ ഇന്ദ്രശത്രു എന്നർത്ഥം വരുന്നത് ഇന്ദ്രൻ്റെ ശത്രു. അത് സമാസമൊക്കെ അത് ഇന്ദ്രനാകുന്ന ശത്രുവിനോട് കൂടിയ എന്നുള്ളത് അല്ലേ? അതിനോട് കൂടിയവൾ പങ്കജാക്ഷി, പങ്കജ പോലെയുള്ള നേത്രത്തോട് കൂടിയവൾ അംബുജാക്ഷി, അങ്ങനെ നമ്മൾ പറയത്തില്ലേ, താമര പോലെയുള്ള കണ്ണോട് കൂടിയവൻ, പത്മനാഭൻ എന്ന് പറഞ്ഞ പത്മം കുപ്പുക്കളിൽ നിന്ന്, നാഭിയിൽ നിന്ന് ഉണ്ടായത് അതിനകത്ത് താമരയോട് കൂടിയവൻ, താമര കണ്ണോട് കൂടിയവൾ കൂടിയത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സമാസവേദ ബഹുവ്രീഹി. ഓർക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഗ്രാമറും ഒക്കെ വരും ഇതിനകത്ത്. അപ്പം ഇത് ഇന്ദ്രനാകുന്ന ശത്രുവോട് കൂടിയവൻ, ബഹുവ്രീഹി സമാസ കൊണ്ട് അതിന് ആ ഒരു അർത്ഥം കിട്ടി. അതുകൊണ്ട് ഹോമാഗ്നിയിൽ നിന്നുണ്ടായ പുത്രന് ഇന്ദ്രൻ ശത്രുവായി ഭവിച്ചു. ഇന്ദ്രനെ കൊല്ലാൻ ശക്തിയുള്ളവനുണ്ടാകട്ടെ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ത്വഷ്ടാവ് ഓർത്തത്. പക്ഷേ ഇന്ദ്രൻ ശത്രുവായി തീർന്നു. അതാണ് ഈ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ ശരിക്കും പറയണമെന്ന് പറയുന്നത്. കഥയാകട്ടെ ഇതൊക്കെ. മന്ത്രോ ഹീന സ്വരതോ വർണ്ണതോ വാ മിഥ്യാപ്രയുക്തോ ന തമർത്ഥമാഹ സ വാഗ്വജ്രോ യജമാനം ഹിനസ്തി യഥേന്ദ്രശത്രു സ്വരതോപരാധാത്. സ്വരത്തിനോ ഒരു വർണ്ണത്തിനോ ദോഷം നേരിട്ട് പോയാലും സംഗതി കൂടാതെ മിഥ്യാരൂപേണ ഉപയോഗിച്ചു പോയാൽ പോലും മന്ത്രം ഉദ്ദിഷ്ടഫലത്തെ ജനിപ്പിക്കുകയില്ല. മന്ത്രരൂപമായ ആ വജ്രായുധം ഉപയോഗിച്ചവനെ തന്നെ ഹനിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മന്ത്രങ്ങൾ പറയണം. സ്വരം പിഴച്ചതുകൊണ്ടാണ് ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്ന മന്ത്രത്തിൻ്റെ ഫലം വിപരീത ഫലത്തിൽ കലാശിച്ചത്. അതുകൊണ്ട് മന്ത്രഹീന സ്വരതോ വർണ്ണതോ വാ മിഥ്യാപ്രയുക്തോ ന തമർത്ഥമാഹ സ വാഗ്വജ്രം. വാക്കുകൾ സൂക്ഷിച്ച് വജ്രായുധം ഉപയോഗിച്ചവനെ തന്നെ ഹനിക്കും. വജ്രോ വാക്കുപയോഗിച്ചവനെ തന്നെ ഇല്ലാതാക്കും. യജമാനം ഹിനസ്തി യഥേന്ദ്ര ശത്രു സ്വരതോപരാധാത്. ശിക്ഷ കണ്ടത് അത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇവിടെ. അന്വാഹാര്യപചനാത് ആഹാര്യപചനാത്ത്. പിന്നെ ദൂ വെട്ടിയിട്ട് ഉദ്ധിതോ ഘോരദർശനഃ കൃതാന്ത ഇവ ലോകാനാം യുഗാന്ത സമയേ യഥ. ആ ഒരു വാക്കേ അവിടെ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ വാക്ക് മാത്രമേ നമുക്ക് പിരിക്കാനുള്ളൂ. അന്വാഹാര്യപചനാത്. അഭിചാര മന്ത്രം ഉച്ചരിച്ച് ഹോമം ചെയ്യുന്നതായ ആ ദക്ഷിണാഗ്നിയിൽ നിന്ന് അഭിചാര ഹോമമാണ് ചെയ്തത്. ഭയങ്കരമായ രൂപം പുറപ്പെട്ടു. യുഗാവസാനത്തിൽ ലോകങ്ങളെ സംഹരിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന രുദ്രനെ പോലെ ഘോരസ്വരൂപനായിരുന്നു ഇത്. 16 നമുക്ക് വായിച്ച് നിർത്താം. വിശ്വഗ്ബിവർദ്ധമാനം തം ഇഷുമാത്രം ദിനേ ദിനേ ദഗ്ധശൈലപ്രതീകാശം
സന്ധ്യാഭ്രാനീകവർച്ചസം വിശ്വക്ക് വിവർദ്ധമാനം തം. അവിടം വരെ വായിക്കണം. തം വിശ്വക് വിവർദ്ധമാനം തം. പിന്നെ മീ വെട്ടിയിട്ട് ഇഷുമാത്രം ദിനേ ദിനേ ദഗ്ധ ശൈല പ്രതീകാശം സന്ധ്യാഭ്രാനീക വർച്ചസം തപ്ത താമ്രശിഖരാശ്മശ്രും. തപ്ത കഴിഞ്ഞ് താമ്ര കഴിഞ്ഞ് ശിഖാശ്മശ്രും. ശിഖര ഇല്ല കേട്ടോ, ഞാൻ വായിച്ച് സെറ്റ് ചെയ്താൽ. തപ്ത താമ്ര ശിഖാശ്മശ്രും മധ്യാഹ്നാർക്ക ഓഗ്ര ലോചനം. മധ്യാഹ്നാർക്ക നട്ടുച്ചയ്ക്കുള്ള സൂര്യനെ പോലെ ഉഗ്രലോചനം. മധ്യാഹ്നാർക്കോഗ്ര മധ്യാഹ്നാർക്ക ഉഗ്രലോചനം. മധ്യാഹ്നാർക്കോഗ്രലോചനം. മധ്യാഹ്നം നമുക്ക് എപ്പോഴും പറയുന്ന വാക്കാണ്. മധ്യാഹ്ന അർക്ക ഉഗ്രലോചനം. മധ്യാഹ്നാർക്കോഗ്രലോചനം ദേദീപ്യമാനേ ത്രിശിഖേ ശൂല ആരോപ്യ രോദസി നിത്യന്തമുന്നദന്തം ചാലയന്തം മഹീം നീട്ടോട്ടെ ദരീ ഗംഭീരവക്ത്രേണ പിബതാ ച നഭസ്ഥലം. അതിനകത്തൊന്നുമില്ല തിരുത്താൻ. നിത്യന്തമുന്നദന്തം വരൻ വേണം. പിന്നെ ചാലയന്തം പദാമഹീം ദരീ ഗംഭീരവക്ത്രേണ പിബത ച നഭസ്ഥലം. ലിഹത ജിഹ്വയർക്ഷാണി ഗ്രസതാ ഭുവനത്രയം മഹതാ രൗദ്ര ദംഷ്ട്രേണ ദൃംഭമാണം മുഹുർമുഹു വിത്രസ്ത ദുദ്രുവുർലോക വീക്ഷ്യ സർവേ ദിശോ ദശ. വിത്രസ്ത ദുദ്രുവുർലോക വീക്ഷ്യ സർവേ ദിശോ ദശ. അതിൻ്റെ ആ 4 എണ്ണമുണ്ട്. അതിൻ്റെ ഒന്നിച്ച് നമുക്കൊന്ന് നോക്കാം. വിഷുവൊക്കെ 4 ഭാഗത്തു നിന്നും ദിനേ ദിവസം തോറും ഇഷു മാത്രം ഒരു വിൽപ്പാട് അകലത്തിൽ, അത്രയും നാള ഇഷു മാത്രം ദൂരം നീളവും വണ്ണവും ഉള്ള വിവർദ്ധമാനം വളരുന്നവനും ദഗ്ധ ശൈലപ്രതീകാരം കറുത്തിരുണ്ട മലയ്ക്ക് തുല്യനാണ്. സന്ധ്യാഭ്രാനീക വർച്ചസം. സന്ധ്യയിൽ വൈകുന്നേരത്തെ സന്ധ്യയിൽ അസ്തമയ സമയത്തിലെ മേഘത്തിൻ്റെ കാന്തി പോലെയുള്ള കാന്തിയോട് കൂടിയവനും ആളിൻ്റെ പറഞ്ഞത് തപ്ത താമ്ര ശിഖാശ്മശ്രു പഴുപ്പിച്ച് ചെമ്പ് പോലെയുള്ള തലമുടിയൊക്കെയാണ്. മുഖരോമങ്ങളുമുള്ള മധ്യാഹ്നാർക്കോഗ്രലോചനം ഉച്ചസമയത്തെ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കണ്ണുകളോട് കൂടിയവൻ ദേദീപ്യമാനെ വളരെ തിളക്കമുള്ളതും ത്രിശിഖ 3 ശിഖകളുള്ളതുമായ ശൂലത്തിൽ രോദസി ദ്യാവാഭൂമികളെ ആരോപ്യ തുളച്ച് കോർത്ത് പിടിച്ചിട്ട് ഇതിനെയൊക്കെ ഓരോന്ന് ജീവികളെയൊക്കെ കോർത്ത് പിടിച്ചിട്ട് ഭൂമിയെയും അന്തരീക്ഷത്തെയും കോർത്ത് പിടിച്ചിട്ട് കേട്ടോ. രോദസി ദ്യാവാഭൂമികളെ ദ്യോവും ഭൂമികളെയും ഒക്കെ അന്തരീക്ഷത്തിനെയും ഭൂമിയെയും ഒക്കെ അന്തരീക്ഷത്തെയും ദ്യാവ് അന്തരീക്ഷം ഭൂമി തന്നെ അതിനെയെല്ലാം ഈ ശൂലത്തിൽ കോർത്ത് പിടിച്ചിരിക്കുക. ആരോപ്യം തുളച്ച് കോർത്ത് പിടിച്ച് നിത്യന്തം കളിക്കുകയും ഉന്നതന്തം അട്ടഹസിക്കുകയും പതാ കാൽ കൊണ്ട് മഹീം ഭൂമിയെ ചാലയന്തം അനക്കുകയും ഈ കാലുകൊണ്ട് അനക്കുകയും ഒക്കെ ദരീ ഗംഭീരവക്ത്രേണ വലിയ ദഹി പോലെ എന്ന് വെച്ചാൽ ഗുഹ പോലെ വളരെ വിസ്താരവും അഗാധവും താഴ്ചയുള്ളതുമായ ഇരിക്കുന്നതായ മുഖത്താൽ നഭസ്ഥലം ആകാശത്തെ പിബത ഗ്രസിക്കുകയും ഋക്ഷാണി നക്ഷത്രങ്ങളെ ജിഹ്വയ നാക്കുകൊണ്ട് ലിഖത നക്കുകയും ഈ 3 ലോകങ്ങളെ ഭുവനത്രയം 3 ലോകത്തെയും ഗ്രസത വിഴുങ്ങുകയും എത്രയും നീളമുള്ളതും രൗദ്രദംഷ്ട്രേണ അതൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. ഭയങ്കരമായ ദംഷ്ട്രത്താൽ അടിക്കടി മുഹു വീണ്ടും തൃംഭമാണം വായു തുറക്കുന്നവനുമായ ആ തം അവനെ വീക്ഷ്യ കണ്ടിട്ട് വിത്രസ്ത ഭയപ്പെട്ട ലോകത്തിലെ ആൾക്കാർ
എല്ലാവരും തന്നെ ദിശ 10 ദിക്കുകളിലേക്കും ഓടി. രോദസീ, ഇടിമിന്നൽ എന്നും ആ രോദസി എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട് കരഞ്ഞുകൊണ്ട് ഓടി, എന്നുവെച്ചാൽ ഭയപ്പെട്ട് ഓടി എന്നാൽ അത് രണ്ടായിട്ടും എഴുതാം. ഇടിമിന്നൽ എന്ന് പറഞ്ഞാലും അത് ആ സന്ദർഭോചിതമാണ്. ഇടിമിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓടി. അവൻ്റെ ബാക്കി കാര്യം നമുക്ക് പിന്നീട് പറയാം. ഹരി ഓം.